Hello all my dears, welcome back to our YouTube channel Universe of Tarot 1111. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ് എന്നുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് വളരെ പോസിറ്റീവ് മൈൻഡോടുകൂടി മാത്രം റീഡിങ്സ് കാണുക. നെഗറ്റീവ് മൈൻഡ് ഉള്ളവർ ദയവ് ചെയ്ത് ഈ റീഡിങ്സ് കാണരുത്. ഓക്കെ, അത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് മൈൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തപ്പെടുകയുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, അതായത് നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡൻസ്. Universe, please guide us. Universe, please guide us. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ എന്താണ്? ത്രീ ഓഫ് വാൻഡ്സ് വന്നിട്ടുണ്ട് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ വന്നിട്ടുണ്ട്. 10 ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് സോർട്സ്. അതേപോലെ തന്നെ 4 ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ദ ഡെവിൾ. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ. 2 ഓഫ് വാൻഡ്സ് ആൻഡ് ദ ടവർ, ദ എംപ്രസ്, 9 ഓഫ് വാൻഡ്സ്, നൈറ്റ് ഓഫ് കപ്സ്. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം 4 ഓഫ് വാൻഡ്സും 2 ഓഫ് പെൻഡക്കിൾസും വന്നിട്ടുണ്ട്. ഓക്കെ, ഇപ്പം എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണെന്നാണ് നമ്മളിവിടെ നോക്കിയത്. ഇപ്പം ഇവിടെ നമുക്ക് റീഡിങ്ങിലൂടെ കാണാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും നാളും ഉണ്ടായതിനെക്കാട്ടിലും കൂടുതലായിട്ടും അവരൊരു സന്തോഷവാനായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സന്തോഷവതിയായിട്ടും സന്തോഷവാനായിട്ടും ഇവരെ കാണാൻ കഴിയുന്നുണ്ട്. എന്തോ വലിയൊരു സെലിബ്രേഷൻ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഏതെങ്കിലും ഒരു കൺട്രിയിലേക്ക്, ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് ഒരു ജോലിയുടെ ഭാഗമായിട്ട് കയറിപ്പോവാൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ജോലി അല്ലെങ്കിൽ കരിയർ ബിൽഡ് ചെയ്യാൻ വേണ്ടി ഈ പേഴ്സൺ പരിശ്രമിച്ചിട്ടുണ്ടായിരുന്നെന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് നാൾ അതിൻ്റെ പിന്നാലെ ഒരു അലച്ചിലായിരുന്നു ഈ പേഴ്സൺ ഉണ്ടായിരുന്നത്. പലപ്പോഴും നിങ്ങളെ മറന്നു തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ പോലും കാര്യത്തിൽ അശ്രദ്ധമായിട്ട് ഈ വ്യക്തി ഒരു അശ്രദ്ധമായിട്ടും ഒരു അലസ്യമായിട്ടൊക്കെ ആയിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ നിന്നിട്ടുണ്ടായിരുന്നത്. അത് എന്ത് കാരണം കൊണ്ടാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ പറയുന്ന പോലെ അവരുടെ ഒരു ബുദ്ധിമുട്ടുകൾ കാരണമായിരുന്നു എന്നാണ് കാണാൻ കഴിയുന്നത്. കാരണം അവർക്ക് പോലും അവരുടെ മൈൻഡിനെ പിടിച്ചു നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പലപ്പോഴും പൊട്ടിക്കരഞ്ഞു പോകുന്നൊരവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണം പലപ്പോഴും നിങ്ങളുടെ അടുത്ത് അവർ ചില സമയത്തൊക്കെ പൊട്ടിത്തെറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം. അവരുടെ ഒരു ദേഷ്യവും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഒരു അടക്കി പിടിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ദേഷ്യമെല്ലാം നിങ്ങളുടെ അടുത്ത് പെട്ടെന്നൊരു ദിവസം പൊട്ടിത്തെറിച്ച പോലെ സംസാരിച്ചിട്ടുണ്ടാവാം. പക്ഷേ ആ ഒരു പേഴ്സണ് ഇപ്പോൾ അതിൽ വളരെയധികം മാനസികപരമായിട്ടൊരു നോവലുകൾ ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ ആ നൊന്ത് നിൽക്കുന്ന ഒരവസ്ഥയാണ്. കാരണം ഇപ്പം അവർ വളരെയധികം റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ കാരണം ആ ഒരു സന്ദർഭത്തിൽ നിങ്ങളോട് അങ്ങനെ ഒന്ന് പറഞ്ഞു പോയതാണ്. ഇപ്പം അവർ വളരെയധികം അതിലൊരു മാനസികപരമായിട്ട് നോവുന്നുണ്ട്. അതുപോലെ തന്നെ
ഇവർ ഇപ്പം ഭയങ്കര ഒരു സന്തോഷത്തിലാണ് ഇപ്പോൾ കാണുന്നത്. ചിലപ്പോൾ ഒരുപാട് നാളായിട്ട് ഒരു ബിസിനസ് ചെയ്യാനിരുന്ന ഒരു വ്യക്തിയാവാം. ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ ഈ ഒരു പേഴ്സൻ്റെ പണം നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു കാണും. പക്ഷേ അതിലെല്ലാം ഒരു തിരിച്ചടി കിട്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ ആ ഒരു ബിസിനസ്സിലാണെങ്കിലും ഉണ്ടായിരുന്നു കാണും. ചിലപ്പം ചെയ്തിരുന്ന ജോലി സ്ഥലത്തെ അവിടുന്ന് ഒരു ഉയർന്ന ഒരു ഹയർ പൊസിഷനിലേക്ക് ഈ പേഴ്സൺ നോക്കിയിട്ടുണ്ടായിരുന്നു കാണും. പക്ഷേ ഒരുപാട് ഫ്രസ്ട്രേഷൻ ഉള്ള ഒരു ജീവിതമായിരുന്നു ഇവരുടെ നിന്നാണ് കാണപ്പെടുന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു യാതനകളും അല്ലെങ്കിൽ ദുരിത ഒരു ജീവിതമായിരുന്നു. ഒരു മെച്ചം ഉണ്ടായിരുന്നില്ല. സാമ്പത്തികമായിട്ട് ആണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എപ്പോഴും പണം എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര പണം കിട്ടിയാലും ഈ പേഴ്സണ് തികയത്തില്ലാത്ത ഒരു വ്യക്തിയായിരുന്നെന്ന് കാണപ്പെടുന്നുണ്ട്. പലപ്പോഴും നിങ്ങൾ ആ പേഴ്സണെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ടായിരുന്നെന്നും ഇവിടെ വ്യക്തമാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കാണും ആ ഒരു പേഴ്സൺ പണത്തിന് വേണ്ടി നിന്നിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് എന്നുള്ളൊരു കാര്യം. പക്ഷേ അങ്ങനെയല്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ വ്യക്തിയുടെ ആ ഒരു ഫ്രസ്ട്രേഷൻ, മാനസിക ബുദ്ധിമുട്ടുകളൊക്കെ ആ ഒരു ടൈമിൽ വന്നത് കാരണമാണ് ഇവിടെ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളിൽ നിന്ന് പണം മേടിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളോട് അതിനുള്ള ഒരു മനസ്സാക്ഷി കാണിക്കാൻ സമയമുണ്ടാകാതിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു വ്യക്തി ഒരു നെട്ടോട്ടത്തിലായിരുന്നു. അതിനിടയിൽ നിങ്ങളെ ആ ഒരു പേഴ്സണെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനൊരു വ്യക്തി ഉണ്ടെന്നുള്ളൊരു കാര്യം തന്നെ ആ ഒരു പേഴ്സൺ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ചില ആൾക്കാർ അങ്ങനെയാണ്. ചില ആൾക്കാരുടെ ജീവിതത്തിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അവരതിൻ്റെ നെട്ടോട്ടത്തിൽ ഓടുമ്പോൾ പലപ്പോഴും പല ആൾക്കാരെയും അവർ മറന്നു പോകും. പക്ഷേ അത് ഓർക്കേണ്ട വരുന്ന ഒരു സമയം ഉണ്ടായിരിക്കും. അതാണ് ഇപ്പം ഈ പേഴ്സണെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പം അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുമ്പം പരമാവധി അവർ കൂളായിട്ട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് കാണിക്കുന്നത്. പല സംഭവ വികാസങ്ങളും ഇപ്പം അവരുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഒക്കെ കടം കയറി ഒരുപാട് കടവും ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാവാം. പക്ഷെ ഇപ്പോൾ ഒരു ലോട്ടറി ചിലപ്പോൾ അടിച്ചിട്ടുണ്ടാവാം. ലോട്ടറി ഭാഗ്യം, അല്ലെങ്കിൽ ആരെങ്കിലും ഒരു യൂണിവേഴ്സൽ പോലെ വന്ന് ഈ ഒരു പേഴ്സണെ സഹായിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നല്ലൊരു ജോലി കിട്ടിയിട്ടുണ്ടാവാം. അങ്ങനെ ഈ വ്യക്തിയുടെ പ്രയാസങ്ങളും എല്ലാം ഇപ്പം മാറിപ്പോയിട്ടുണ്ട്. ഒരുവിധം എല്ലാ കാര്യങ്ങളും ഇപ്പം ഒതുങ്ങി തീർന്നിരിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് ഇപ്പം ആ ഒരു വ്യക്തിയുടെ അവസ്ഥ നോക്കുമ്പോൾ കാണുന്നത്. അപ്പം ഇപ്പം അവരുടെ മനസ്സ് ഒരു ശാന്തമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ അവർക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ അവർ അവരുടെ ജീവിതത്തിൽ ഒരുപാട് ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. അതേപോലെ തന്നെ ഇപ്പോൾ അവരവരുടെ ജീവിതത്തിൽ പൂർണ്ണമായിട്ടും സന്തോഷവാനായിട്ടാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ അല്ല. കാരണം നിങ്ങളെ പരിഗണിക്കാതെ പോയതും ഇപ്പം നിങ്ങൾക്കതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളതിൻ്റെ കുറച്ച് നിങ്ങൾക്കെന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു അസൂയുള്ളൊരു വ്യക്തിയാണ്. അതായത് നിങ്ങൾ എന്ന് പറയുന്നൊരു വ്യക്തിനെ സ്നേഹിച്ചാൽ നിങ്ങളെ തന്നെ സ്നേഹിക്കണം. നിങ്ങൾക്ക് മറ്റാരുടെ അടുത്തും അവരുടെ ഒരു സ്നേഹം കൊടുക്കുന്നത് നിങ്ങൾക്ക് കാണാനോ വയ്യ, അത് താങ്ങാനുള്ള ശേഷിയോ നിങ്ങൾക്കില്ല. അപ്പോൾ നിങ്ങൾ കുറച്ച് ഒരു ഷാഠ്യം പിടിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് കാണപ്പെടുന്നത്. അതായത് അവരോട് സ്നേഹം ഉണ്ടെങ്കിലും ഞാനായിട്ട് അങ്ങോട്ട് പോകത്തില്ല. അവരുടെ ഇപ്പം സന്തോഷ വാർത്ത നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കാം, അവരേത് നിലയിലാണ് നിൽക്കുന്നതെന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ അവരുടെ സിറ്റുവേഷൻസിലൊക്കെ അവർ നല്ല മെച്ചപ്പെട്ട് വന്നിട്ടുണ്ടെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മളായിട്ട് അങ്ങോട്ട് പോകുന്നില്ലെന്നൊക്കെ വിചാരിച്ചിരിക്കുന്നുണ്ടാവാം. അപ്പം അതെന്തായാലും ഈ പേഴ്സണെ മാനസികപരമായിട്ട് ബുദ്ധിമുട്ടിക്കുന്നുമുണ്ട്. അതേപോലെ തന്നെ നോക്കുക നേരത്തെ ഇപ്പം ഈ വ്യക്തിയുടെ ഒരു മനസ്സെന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് വേണ്ടി ഇനി ഉള്ള ഒരു സമയം ജീവിക്കാനാണ് ഈ വ്യക്തി തയ്യാറെടുത്തിരിക്കുന്നത്. ചിലപ്പം ഈ പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഭർത്താവാവാം, ഭാര്യയും ആവാൻ സാധ്യതയുണ്ട്. ഒരു എക്സ്ട്രാ മാരിറ്റൽ അഫെയറുമായിട്ട് വരാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, ഒരു അൺമാരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും ഇന്നത്തെ റീഡിങ് കാണാവുന്നതാണ്. അതേപോലെ തന്നെ നോക്കുക നേരത്ത് നിങ്ങളുടെ പേഴ്സൺ ചിലപ്പം സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമായിരുന്നില്ല ബുദ്ധിമുട്ടിക്കൊണ്ടിരുന്നത്. ചിലപ്പം ഇവരുടെ ഫാമിലി പരമായിട്ട് ഭയങ്കര ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നതാണ്. അതായത് വീടും വീട്ടുകാരും എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഒക്കെ ആണെങ്കിൽ അവരുടെ ഭാര്യ, അവരുടെ ഭർത്താവ്, അല്ലെങ്കിൽ ഫാമിലി, അമ്മ, അച്ഛൻ, അങ്ങനെയുള്ള പല ആൾക്കാരിൽ നിന്നും ഈ പേഴ്സൺ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇപ്പം ഈ പേഴ്സൺ ഒരുവിധം എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു മോചിതരായിട്ട് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അവർക്കൊരു ആശ്വാസം വരുന്നുണ്ട്. കാരണം
അവർക്കൊരു ആശ്വാസം വരിക എന്ന് വെച്ചാൽ അവരുടെ ലൈഫിൽ ഇപ്പം അവർക്ക് ഒരു സന്തോഷ ജീവിതം ഇപ്പോഴാണ് കിട്ടിയിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അവർ ജീവിച്ചു തുടങ്ങിയിരിക്കുന്നത് ഇപ്പോഴാണെന്ന് പറയാം. ഇത്രയും നാളും ഒരു ബുദ്ധിമുട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരുപാട് കണ്ണുനീര് ഒഴുക്കിയിട്ടുള്ളതാണെങ്കിൽ അതിനുള്ള ഒരു സമയവും സന്ദർഭങ്ങളൊക്കെയാണ് യൂണിവേഴ്സ് ഇവർക്ക് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഈശ്വരൻ്റെ ഒരു അനുഗ്രഹം ഇപ്പോൾ ഇവരുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുന്നതായിട്ടും ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നുണ്ട്. അവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഒരുപാട് സന്തോഷത്തിലാണ്. ഈ സന്തോഷം ഇങ്ങനെ തന്നെ നിലനിൽക്കാനാണ് അവരിപ്പോൾ ആഗ്രഹിക്കുന്നത്. ഒരുപാട് എന്തൊക്കെയോ ഒരു കാര്യങ്ങളിൽ ഒരു വിജയം കൈവരിച്ച് നിൽക്കുന്ന ഒരു വ്യക്തി, എന്തൊക്കെയോ ഒരു കാര്യങ്ങൾ നേടിയെടുത്ത് കഴിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് ഇവരെ കാണാൻ കഴിയുന്നത്. അല്ലാതെ ഇന്നും അവർ ആ ഒരു ദുരിത ജീവിതത്തിൽ നിൽക്കുന്ന ഒരു പേഴ്സണായിട്ട് കാണാൻ കഴിയുന്നില്ല. ഒരു സമയം വരെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം അവർക്ക് ആ കാര്യങ്ങളെല്ലാം തന്നെ ഒരു നേട്ടങ്ങളും അല്ലെങ്കിൽ ആ ദുരിതങ്ങളും ദുരനുഭവങ്ങളും എല്ലാം തന്നെ മാറിപ്പോയിരിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോഴത്തെ ഒരവസ്ഥയെ നമുക്ക് നോക്കുമ്പോൾ കാണാൻ കഴിയുന്നത്. ഓക്കെ, അപ്പോൾ അവരുടെ കറണ്ട് സിറ്റുവേഷൻ എന്ന് പറയുമ്പം അവരൊരുപാട് ഹാപ്പി ആയിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു സമയത്ത് അവരെടുത്തിരിക്കുന്ന ഒരു നിലപാടെന്ന് പറയുമ്പം നിങ്ങളെന്ന് പറയുന്ന ഒരു വ്യക്തിയിലേക്ക് പൂർണ്ണമായിട്ട് വരിക, അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം സ്വന്തമാക്കുക. അതിനുവേണ്ടി ഏത് രീതിക്കും എവിടെ വരെ പോകാനും ഈ പേഴ്സൺ തയ്യാറാണ്. ആരോട് വന്ന് സംസാരിച്ചിട്ടാണേലും ഈ വിവാഹം നടത്താൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ആരോട് വന്ന് സംസാരിച്ചിട്ടാണെങ്കിലും നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ പിണങ്ങി നിൽക്കുന്നൊരു സന്ദർഭങ്ങളാണെങ്കിൽ അങ്ങനെ, അതുപോലെ തന്നെ നിങ്ങളോടൊപ്പം വന്ന് ജീവിക്കാനാണെങ്കിലും ഈ പേഴ്സൺ തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. ചിലപ്പം ന്യൂ ജോബൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. സാമ്പത്തിക പ്രതിസന്ധി മാത്രമല്ല, പുതിയൊരു ജോലി, വിദേശ യാത്രകൾ, അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള പ്രതിസന്ധികൾ മാറിക്കിട്ടി, ഫാമിലി ഇഷ്യൂസ് മാറിക്കിട്ടി. ഇത്രയൊക്കെ കാര്യങ്ങൾ ഈ പേഴ്സൻ്റെ ലൈഫിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നാണ് കാണിക്കുന്നത്. കാരണം ഇപ്പം ഈ പേഴ്സണ് അവരുടെ ലൈഫിൽ വളരെയധികം സന്തോഷത്തോടു കൂടി നിൽക്കുന്ന ഒരു ടൈമാണ്. പിന്നെ ഒരു ഒരു നമുക്കൊരു സമയദോഷം അങ്ങനെയുള്ളൊരു കാര്യങ്ങളെല്ലാം ഈ പേഴ്സണ് മാറിയിരിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. 10 എന്ന് പറയുന്ന ഒരു ഏഞ്ചൽ നമ്പർ വന്നിട്ടുണ്ട്. ആൻഡ് ഓക്കെ, ഇപ്പോൾ ഇത്രയും ഏഞ്ചൽ നമ്പേഴ്സ് ഇവിടെ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. അപ്പം ഇതിൻ്റെയൊക്കെ അർത്ഥമെന്ന് പറയുന്നത് ഈ ഒരു സന്തോഷത്തിൻ്റെ ഒരു സമയമായതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ നല്ലൊരു റീഡിംഗ് ആയിരുന്നു ഇന്നത്തെ ഒരു റീഡിംഗ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും എൻ്റെ അടുത്തുനിന്ന് പേഴ്സണലായിട്ട് റീഡിങ്സ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.